നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ അമേരിക്ക സംഘർഷവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ യുദ്ധസമയത്ത് പാകിസ്ഥാൻ രണ്ട് തോണിയിൽ കാലിട്ടു എന്നുള്ളത്. ഇപ്പോൾ പുറത്തു വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് യുദ്ധസമയത്ത് ഇറാന്റെ വിമാനങ്ങൾ പാകിസ്ഥാനിൽ ഒളിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സഹായം പാകിസ്ഥാൻ ചെയ്തു കൊടുത്തു എന്നുള്ളതാണ്. അതിനു മുമ്പ് പുറത്തു വന്ന ഒരു വാർത്ത, ഹോർമൂസിൽ അമേരിക്ക ഉപരോധം നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോൾ ഇറാനുമായിട്ടുള്ള ചില കരാറുകളിൽ പാകിസ്ഥാൻ ഏർപ്പെട്ടു. അതായത് കര നാവിക പാതകൾ ഇറാനു വേണ്ടി തുറന്നുകൊടുത്തു. അമേരിക്കയുടെ കണ്ണുവെട്ടിച്ച് ഇറാനിലെ ചരക്കു നീക്കം വളരെ കൃത്യമായി നടന്നു. അതിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തു. പാകിസ്ഥാനിലെ തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച് ഇറാന്റെ ചരക്കു നീക്കം വളരെ കൃത്യമായി നടന്നു. ആ ഉപരോധത്തെ മറികടക്കാൻ ഇറാനായി. എന്തായാലും ഇത് അമേരിക്കയോട് ചെയ്ത ഒരു കൊടും ചതിയാണ്. അതുപോലെ തന്നെ പാകിസ്ഥാൻ ഇവിടെ സൗദിയുമായിട്ട് ചില കരാറുകളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു കരാർ നിലനിൽക്കുന്ന സമയത്ത് സൗദിയോട് ചെയ്ത കൊടും ചതിയാണ് എന്നൊക്കെയുള്ള ചില ആക്ഷേപങ്ങൾ ഇപ്പോൾ ഉയർന്നു വരികയാണ്. എന്തായാലും ഈ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, പണിയാൻ പാകിസ്ഥാനും അവകാശമുണ്ട്. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് ചാരിയാൽ ആ ചാരിയതേ മണക്കൂ, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കും എന്നാണല്ലോ. അമേരിക്കയുമായിട്ട് കുറച്ചു കാലം ഈ പാകിസ്ഥാൻ നല്ല അടുപ്പത്തിലാണ്. അങ്ങനെ അമേരിക്കയുമായി കൂട്ടുചേർന്ന് നിൽക്കുമ്പോൾ അവരുടെ സ്വഭാവം കുറച്ചൊക്കെ പാകിസ്ഥാന് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇറാനുമായിട്ടുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് അമേരിക്ക ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇറാനെ ആക്രമിച്ചത്. 170ഓളം കുട്ടികളാണ് അമേരിക്കയുടെ ആദ്യ ആക്രമണത്തിൽ തന്നെ കൊല്ലപ്പെട്ടത്. അങ്ങനെ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അതുപോലെ നിരവധി തവണ പ്രവർത്തിച്ച അമേരിക്കയുമായി ചേർന്ന് നിൽക്കുമ്പോൾ ആ അമേരിക്കയുടെ സ്വഭാവം കുറച്ചൊക്കെ പാകിസ്ഥാന് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പറയുന്നതൊന്ന് പ്രവൃത്തി മറ്റൊന്ന് എന്ന രീതിയിലാണ് സൗദി അറേബ്യയുടെയൊക്കെ ഒരു പോക്ക്. ഈ ഒരു സാഹചര്യത്തിൽ അവരോടൊപ്പം നിൽക്കുമ്പോൾ ഇത്തരത്തിലൊരു പണി പാകിസ്ഥാൻ ചെയ്തില്ലെങ്കിലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെയും സൗദിയെയും ഒക്കെ കൂടെ നിർത്തിക്കൊണ്ട് UAEക്ക് കടം കൊടുക്കാനുള്ള പണം അത് കൊടുക്കുക എന്നതായിരുന്നു പാകിസ്ഥാന്റെ ഒരു ലക്ഷ്യം. അത് പാകിസ്ഥാൻ കൃത്യമായി അത് നടപ്പിലാക്കി. എന്തായാലും ഇത്തരക്കാരെ കൂടെ നിർത്തിക്കൊണ്ട് അവർക്ക് നല്ല പണി പാകിസ്ഥാൻ വെച്ചു കൊടുത്തു. ഒരു ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിരവധി പ്രവർത്തനങ്ങളിൽ എനിക്ക് അതൃപ്തിയുണ്ട്. ഇവിടെ പലപ്പോഴും ഇന്ത്യയിലേക്ക് അതിർത്തി കടന്ന് നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾ, ഇതിനു പുറകിലൊക്കെ പാകിസ്ഥാനുണ്ട്. അക്കാര്യത്തിൽ ശക്തമായ വിരോധവും വിയോജിപ്പും അതൃപ്തിയും ഒക്കെ പാകിസ്ഥാനോട് എനിക്കുണ്ട്. പക്ഷേ ഇവിടെ അമേരിക്കയോടൊപ്പം അല്ലെങ്കിൽ സൗദിയോടൊപ്പം നിന്നുകൊണ്ട് അവർക്ക് തന്നെ പണി കൊടുത്ത ഒരു പാകിസ്ഥാനോട് എനിക്ക് ചെറിയ ഒരു ഇഷ്ടവും തോന്നുന്നുണ്ട് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ. എന്തായാലും നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ചൈനയിലേക്ക് പോയിരിക്കുകയാണ്. ചൈനയുമായിട്ട് ചില കരാറുകളിലൊക്കെ ഒപ്പുവെക്കുന്നതിന് വേണ്ടിയാണ് ട്രംപ് പോയിരിക്കുന്നത് എന്ന വാർത്തകൾ വരുന്നു. അതേസമയം ഇറാനുമായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചർച്ചയ്ക്കാണ് ട്രംപ് പോയത് എന്ന വാർത്തകളും വരുന്നുണ്ട്. എന്നാലും ഇറാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ ചൈനയുടെ സഹായം ആവശ്യമില്ല എന്ന ഒരു മുൻകൂർ ജാമ്യം ട്രംപ് എടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ഇപ്പോൾ ഇവിടെ ചൈനീസ് പ്രസിഡന്റ് ഒരു കാര്യം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ പരമാധികാരത്തിൽ ഇടപെട്ടുകൊണ്ടുള്ള ഒരു ചർച്ചയും വേണ്ട. അതും ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യമാണ്. അത്തരത്തിലൊരു വാണിംഗ് ഇവിടെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ചൈന ട്രംപിനെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ ഒരു നിലപാട് അതെന്തായാലും അമേരിക്കക്ക് ഒരിക്കലും അനുകൂലമല്ല. ചൈന ഇറാനോടൊപ്പം നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഇറാനെ യുദ്ധസമയത്തൊക്കെ പരമാവധി ചൈന സഹായിച്ചിട്ടുണ്ട്. എന്നാലും ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില താല്പര്യങ്ങളുണ്ട്, അവരുടെ കച്ചവട താല്പര്യങ്ങളുണ്ട്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇറാനെ വെറുതെ സഹായിക്കുന്നതല്ല. ഇറാനെ സഹായിക്കുന്നതിന്റെ ഭാഗമായി ചൈനക്ക് ചില നേട്ടങ്ങളുണ്ട്. ആ വിഷയത്തിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഇറാന്റെ വിമാനങ്ങൾ ഒളിപ്പിക്കുന്നതിന് വേണ്ടി പാകിസ്ഥാനിൽ സഹായം ചെയ്തു കൊടുത്തതുമായി ബന്ധപ്പെട്ട് അതിൽ ഇടപെട്ടത്, പാകിസ്ഥാനെ അത്തരത്തിലൊരു നീക്കം നടത്താൻ ഉപദേശിച്ചത്, ഇറാനെ സഹായിക്കണമെന്ന് പറഞ്ഞത് ചൈനയാണ്. ചൈന പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാൻ അങ്ങനെ ചെയ്തത് എന്ന ഒരു വാർത്തയും വരുന്നുണ്ട്. ആ ചൈനയിലേക്കാണ് ഇപ്പോൾ ട്രംപ് ചർച്ചയ്ക്ക് പോയിരിക്കുന്നത്. ട്രംപിനെ ഇപ്പോൾ നമുക്ക് എന്താണ് വിളിക്കാൻ കഴിയുക? പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് നല്ല ഒരു പണി കിട്ടി. നാടൻ ഭാഷ ഞാനിവിടെ
പറയുന്നില്ല. ഈ പണി കൊടുത്തതുമായി ബന്ധപ്പെട്ട് നാടൻ ഭാഷ പറയുകയാണെങ്കിൽ അതിവിടെ പറയാൻ കൊള്ളില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല. എന്തായാലും ഇപ്പോൾ ഇവിടെ ഇങ്ങനെ മൂഞ്ചിയ മനുഷ്യൻ ഇപ്പോൾ പോയിരിക്കുന്നത് ഇവിടെ പാകിസ്ഥാൻ പഠിച്ച സ്കൂളിലെ ഹെഡ് മാഷിന്റെ അടുത്തേക്കാണ്. ട്രംപിന്റെ അവസ്ഥ ഇനി എന്താകും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.